ഹലോ, അസ്സലാമു അലൈക്കും. എന്തൊക്കെയുണ്ട്? എല്ലാവരും സുഖമായിരിക്കുന്നല്ലോ അല്ലേ? വീഡിയോയിലേക്ക് പോകുന്നതിൻ്റെ മുമ്പ് നിങ്ങൾ വീഡിയോസൊക്കെ കണ്ടിട്ട് ട്രൈ ചെയ്തുള്ള പിക്ചേഴ്സൊക്കെ അയച്ചേണ്ടത് ഇൻസ്റ്റഗ്രാമിലേക്കാണ്. ഇൻസ്റ്റഗ്രാമിൽ നിങ്ങൾ പാംക്രാഫ്റ്റ് എന്ന് സെർച്ച് ചെയ്യുമ്പോൾ കിട്ടുന്ന ഒരു പേജാണിത്. അപ്പോൾ ഇതിലേക്കാണ് നിങ്ങൾ പിക്കൊക്കെ അയക്കേണ്ടത്. അപ്പോൾ അതിൻ്റെ ഒരു സ്ക്രീൻഷോട്ടാണ് ഇവിടെ തന്നിരിക്കുന്നത്. അപ്പോൾ പിക്കൊക്കെ അയക്കാൻ വരുന്ന സമയത്ത് ഒന്ന് ഫോളോ ചെയ്യാൻ മറക്കരുതേ. അപ്പോൾ ഇൻസ്റ്റാഗ്രാം പേജ് ഇല്ലാത്തവർക്ക് ഇതാ ഫേസ്ബുക്ക് പേജിൽ നിങ്ങൾക്ക് പിക്കൊക്കെ അയക്കാം. അതും പാംക്രാഫ്റ്റ് തന്നെയാണ്. അപ്പോൾ ഇൻസ്റ്റാഗ്രാമും ഫേസ്ബുക്കൊക്കെ ഒന്ന് എല്ലാവരും ഒന്ന് ഫോളോ ചെയ്യണേ. ഇന്ന് നമ്മൾ ക്രിസ്മസ് സീരീസിലുള്ള ക്രാഫ്റ്റ് നമ്പർ 8 ആണ് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ അതിന് ഞാൻ കുറച്ച് ബഡ്സ് എടുത്തിട്ടുണ്ട്. ഇത് ഒരുപാട് നല്ല ക്വാളിറ്റിയുള്ള ടൈപ്പ് ബഡ്സ് ഒന്നുമല്ല. ഇതൊരു പാക്കറ്റിന് 100 നമ്പേഴ്സ് ഉള്ള ഒരു പാക്കറ്റിന് 22 റുപ്പീസാണ് റേറ്റ്. അപ്പോൾ ഞാനത് ഒരു 15 എണ്ണം എടുത്തിട്ടുണ്ട്. 15 എണ്ണമാണ് നമുക്ക് ആവശ്യം. അപ്പോൾ അതിനൊരു 3 ബഡ്സ് എടുത്തിട്ട് ഞാൻ പകുതിയായിട്ട് ഇങ്ങനെ ഒന്ന് കട്ട് ചെയ്യാണ്. നടുക്ക് വെച്ചിട്ടൊന്ന് ഇങ്ങനെ കട്ട് ചെയ്ത് മാറ്റുകയാണ്. പിന്നെ ബാക്കി ഒരു 12 ബഡ്സ് ഉണ്ടല്ലോ, അപ്പോൾ അതിൽ ഞാൻ ആ ഒരു കോട്ടനുള്ള ഒരു പോർഷൻ മാത്രം ഒന്നിങ്ങനെ കട്ട് ചെയ്തിട്ട് മാറ്റുന്നുണ്ട്. നമ്മളിങ്ങനെ കട്ട് ചെയ്യുന്ന സമയത്ത് ആ ഒരു പിങ്ക് പ്ലാസ്റ്റിക്കിൻ്റെ ഒരു പോർഷൻ ഉണ്ടല്ലോ, ആ പോർഷൻ അധികം കാണാത്ത രീതിയിലൊന്നും നമ്മൾ കട്ട് ചെയ്യാൻ നോക്കുക കേട്ടോ. അപ്പോഴാണ് അതിനൊരു കറക്റ്റ് ഒരു ഭംഗി കിട്ടുക. അപ്പോൾ അങ്ങനെ ഞാൻ ഒരു 12 എണ്ണം ഇങ്ങനെ ഇതുപോലെ 2 സൈഡുള്ള ബഡ്സ് മാത്രം കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. പിന്നെ ഒരു 3 എണ്ണം ഇതുപോലെ പകുതിയാക്കിയും കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇനി നമ്മൾ ചെയ്യാൻ പോകുന്നത് ഇങ്ങനെ പകുതിയാക്കി കട്ട് ചെയ്തിട്ടുള്ള ഒരു ബഡ്സിൻ്റെ പീസ് എടുത്തിട്ട് അതിൻ്റെ ഒരു റൈറ്റ് സൈഡിൽ ഇങ്ങനെ കുറച്ചൊന്ന് ഗ്ലൂ അപ്ലൈ ചെയ്തിട്ട് നമ്മളിങ്ങനെ ഒരു കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ടല്ലോ ബഡ്സിൻ്റെ ആ ഒരു കോട്ടൻ്റെ പോർഷൻ മാത്രം, അപ്പോൾ അതിങ്ങനെ ഒന്ന് ഒട്ടിച്ചു കൊടുക്കണം. പിന്നെ അതിൻ്റെ താഴെ തന്നെ അതുപോലെ ഒന്നും കൂടി ഒന്നിങ്ങനെ ഗ്ലൂ യൂസ് ചെയ്തിട്ട് ഒന്നിങ്ങനെ ഒട്ടിച്ചു കൊടുക്കുന്നുണ്ട്. പിന്നെ അതുപോലെ അതിൻ്റെ 2 സൈഡിലും. അപ്പോൾ അതായത് നമ്മളിങ്ങനെ കട്ട് ചെയ്ത് വെച്ചിട്ടുള്ള ആ ഒരു ബഡ്സിൻ്റെ ആ ഒരു സ്റ്റിക്കിൻ്റെ അകത്ത് 4 ഇങ്ങനെ ആ ഒരു കുഞ്ഞു ഇതില്ലേ ബഡ്സിൻ്റെ ആ ഒരു കോട്ടൻ്റെ പോർഷന്, അപ്പോൾ അത് വെച്ചിട്ട് ഇങ്ങനെ ഒരു പെറ്റിൽ പോലെ ഒന്നിങ്ങനെ ഒട്ടിച്ചു കൊടുക്കുകയാണ്. നമ്മളിങ്ങനെ ഒട്ടിക്കുന്ന സമയത്ത് കുറച്ചിങ്ങനെ ഒന്ന് ചെരിച്ചിട്ടാണ് ഒട്ടിക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് ആ ഒരു ടൈമിൽ ഒന്ന് നന്നായിട്ടൊന്ന് പ്രസ് ചെയ്ത് പിടിക്കുക. അപ്പോഴേ നമ്മൾ കറക്റ്റായിട്ടൊന്ന് അവിടെ സ്റ്റിക്കായിട്ട് കിട്ടുള്ളൂ. അപ്പോൾ അങ്ങനെ നമ്മൾ ആ ഓരോ സ്റ്റിക്കിൽ ഇങ്ങനെ ഒരു 5 ബഡ്സിൻ്റെ ആ ഒരു ഇത് വരുന്ന രീതിയിലുള്ള കുറച്ച് പെറ്റൽസ് ഇവിടെ റെഡിയാക്കി എടുക്കുന്നുണ്ട്. അങ്ങനെ നമ്മൾ കട്ട് ചെയ്ത് വെച്ചിട്ടുള്ള എല്ലാ ബഡ്സിൻ്റെ ആ ഒരു കട്ട് ചെയ്തിട്ടുള്ള ഒരു സ്റ്റിക്ക് ഉണ്ടല്ലോ, അപ്പോൾ അതിൽ നമ്മൾ ഒരു 4 എണ്ണം ഇതങ്ങനെ സ്റ്റിക്ക് ചെയ്തിട്ട് ഒരു 6 എണ്ണം നമ്മളിങ്ങനെ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട് കേട്ടോ. ഒരു 6 പെറ്റൽ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. നല്ല ഭംഗിയുണ്ട് കാണാൻ, ആ ഒരു ക്യൂട്ടായിട്ട് തന്നെ ഇരിക്കുന്നുണ്ട്. ഇപ്പോൾ കുറച്ച് പേർക്കെങ്കിലും മനസ്സിലായി കാണും ഇത് എന്താ ഉണ്ടാക്കുന്നത് എന്നുള്ളത്. നമ്മൾ സ്നോ ഫ്ലേക്സ് ആണ് ഉണ്ടാക്കാൻ പോകുന്നത്. അപ്പോൾ അതിൻ്റെ ഒരു സൈഡിൽ ഇങ്ങനെ ഫ്ലവർ പോലെ ഇരിക്കുമല്ലോ, അപ്പോൾ അതാണ് ഇപ്പോൾ നമ്മൾ ഉണ്ടാക്കി വെച്ചിട്ടുള്ളത്. അപ്പോൾ അത് സ്റ്റിക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് ഞാൻ ഈ ബുക്കിൻ്റെ ഒക്കെ കവർ ഉണ്ടാവുമല്ലോ, കട്ടിയുള്ള ഒരു പേപ്പർ, അപ്പോൾ അങ്ങനെയുള്ളൊരു പേപ്പർ ഒരു കുഞ്ഞ് റൗണ്ടായിട്ട് ഇങ്ങനെ കട്ട് ചെയ്തിട്ട് അപ്പോൾ അതിലൊന്നിങ്ങനെ ഒട്ടിച്ചു കൊടുക്കണം. അപ്പോൾ ആദ്യം നമ്മൾ ഒരു പീസ് ഇങ്ങനെ കുറച്ച് ഗ്ലൂ അപ്ലൈ ചെയ്തിട്ടൊന്നിങ്ങനെ ഒട്ടിച്ചു കൊടുക്കുക. എന്നിട്ട് അതിൻ്റെ ഒരു ഓപ്പോസിറ്റായിട്ട് വേറൊന്ന്, പിന്നെ അതിൻ്റെ ഇങ്ങനെ ചെറിയൊരു ഇടതുവശത്തായിട്ട് വേറൊന്ന്. അപ്പോൾ അങ്ങനെ നമ്മളൊരു ഫ്ലവർ പോലെ ഒരു 6 പെറ്റൽ വരുന്ന രീതിയിലൊന്നിങ്ങനെ ഈ ഒരു ബഡ്സിൻ്റെ ആ ഒരു പെറ്റലൊന്നും ഇങ്ങനെ ഒട്ടിച്ചു കൊടുക്കുകയാണ്. അങ്ങനെ നമ്മൾ ഈ റൗണ്ടായിട്ടുള്ള ഒരു പീസിൻ്റെ മേലെ നമ്മൾ ഒരു 6 പെറ്റൽ നമ്മൾ ഒട്ടിച്ച് റെഡിയാക്കി എടുത്തിട്ടുണ്ട്. ഇപ്പോൾ നല്ല ഭംഗിയുണ്ട്, ആ ഒരു കറക്റ്റ് സ്നോ ഫ്ലേക്സിനെ പോലെ തന്നെ ആയിട്ടുണ്ട്. നല്ല രസമുണ്ട് കാണാനും. അപ്പോൾ ഇനി നമുക്കത് ഇങ്ങനെ ഇളകി പോവാതിരിക്കാനും കുറച്ചുകൂടി ഒരു ഭംഗിക്കൊക്കെ വേണ്ടിയിട്ട് ഞാൻ ആ ഒരു 6 പെറ്റൽ ഒട്ടിച്ചിട്ടുണ്ടല്ലോ, അപ്പോൾ നമ്മൾ അതിൻ്റെ മേലെ കുറച്ചും കൂടെ ഒന്ന് നന്നായിട്ടൊന്ന് ഗ്ലൂ അപ്ലൈ ചെയ്തിട്ട് അതുപോലെ വേറൊരു പീസ് വെച്ചിട്ടൊന്ന് ഇങ്ങനെ കവർ ചെയ്യാണ്. അപ്പോൾ ആ ഒരു പീസ് ഞാൻ റൗണ്ട് ഷേപ്പിലല്ല കട്ട് ചെയ്തിട്ടുള്ളത്, ഇങ്ങനെ ഹെക്സഗണൽ ഷേപ്പായിട്ടൊന്ന് ഇങ്ങനെ കട്ട് ചെയ്തിരിക്കുകയാണ്. അപ്പോൾ അതാണ് കുറച്ചും കൂടി ഒരു നല്ലതെന്ന് എനിക്ക് തോന്നി. അപ്പോൾ ആദ്യം ഞാൻ ആ റൗണ്ട് ഷേപ്പിൽ ഇങ്ങനെ കട്ട് ചെയ്തിട്ടുള്ളത്. അപ്പോൾ ഇങ്ങനെ കട്ട് ചെയ്യണതാണ് കറക്റ്റ് ഒരു ഭംഗി ഉണ്ടാവുക, നമ്മൾ ഈ സ്നോ ഫ്ലേക്സിലൊക്കെ കാണുക. പിന്നെ ഞാനിവിടെ വൈറ്റ് ആക്രിലിക് കളർ പെയിൻറ്റ് യൂസ് ചെയ്തിട്ട് ഇത് മുഴുവനായിട്ടൊന്ന് ഇങ്ങനെ പെയിൻറ്റ് അടിച്ചു കൊടുക്കുന്നുണ്ട്. അതിൻ്റെ ആ ഒരു പിങ്ക് കളർ ഒരു പൈപ്പ് പോലെ ഉണ്ടല്ലോ, ആ ഒരു ഭാഗത്തൊക്കെ നന്നായിട്ടൊന്ന് വൈറ്റ് കളർ പെയിൻറ്റ് അടിച്ചു കൊടുക്കുക. അതുപോലെ ആ ഒരു ബഡ്സിലും അതിൻ്റെ ഒരു ബാക്ക് സൈഡിലും എല്ലായിടത്തും നമ്മളൊന്നിങ്ങനെ പെയിൻറ്റ് അടിക്കേണ്ടത്. ഇപ്പം നമ്മൾ ആ ഒരു സ്നോ ഫ്ലേക്സ് മുഴുവനായിട്ട് നല്ലൊരു വൈറ്റ് കളറൊക്കെ ആയിട്ടുണ്ട്. അപ്പോൾ ഞാൻ ഈ ഒരു പെയിൻറ്റ് ഇങ്ങനെ ഡ്രൈ ആകുന്നതിൻ്റെ മുമ്പ് തന്നെ ഞാൻ കുറച്ച് ഗ്ലിറ്റർ പൗഡർ ഇടാൻ പോവാണ്. അപ്പോൾ ഇത് സിൽവർ കളർ ഇങ്ങനെ നല്ല ഡസ്റ്റ് ആയിട്ടുള്ള ടൈപ്പ് ഗ്ലിറ്റർ പൗഡറാണ്. ഈ ഒരു 10ന് 30 റുപ്പീസാണ് കേട്ടോ റേറ്റ്. അപ്പോൾ ഇത് കുറച്ചൊരു കോസ്റ്റ്ലി ആയിട്ടുള്ള ടൈപ്പാണ്, അത് അത്രയ്ക്കും നൈസായിട്ടുള്ള ഒരു പൗഡറാണുള്ളത്. അപ്പോൾ അത് ഞാനിങ്ങനെ ഫുള്ളായിട്ട് ഇങ്ങനെ ഒന്ന് സ്പ്രിങ്കിൾ ചെയ്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഞാനിതിന് പ്രത്യേകിച്ച് ഫെവിക്കോളൊന്നും അപ്ലൈ ചെയ്തിട്ടില്ല, കാരണം ആ ഒരു വൈറ്റ് നമ്മൾ പെയിൻറ്റ് അടിച്ചിട്ട് അത് ഡ്രൈ ആയിട്ടില്ലല്ലോ. അപ്പോൾ അതിൻ്റെ മുമ്പ് തന്നെ അങ്ങനെ ആക്കിയതുകൊണ്ട് കുഴപ്പമില്ല, അവിടെ സ്റ്റിക്കായിട്ട് കിട്ടിയിട്ടുണ്ട്. പിന്നെ നടുക്ക് നമ്മൾ ആ ഒരു പേപ്പർ വെച്ചിട്ടുണ്ടായിരുന്നല്ലോ, ആ ഒരു ഭാഗത്തും കൂടെ ഇതുപോലെ ജസ്റ്റ് ഒന്നിങ്ങനെ വൈറ്റ് പെയിൻറ്റ് അടിച്ചിട്ട് ഇങ്ങനെ മേലെ ഇട്ട് കൊടുത്തിട്ടുണ്ട്.
നിങ്ങൾ ബഡ്സ് എടുക്കുന്ന സമയത്ത് ആ ഒരു പ്ലാസ്റ്റിക്കിൻ്റെ ഒരു പോർഷന് വൈറ്റ് ഉള്ളതാണെങ്കിൽ നിങ്ങൾക്ക് ഈ വൈറ്റ് ആക്രിലിക് കളർ പെയിൻറ്റ് അടിക്കേണ്ട ആവശ്യമൊന്നുമില്ല. ഈ ജസ്റ്റ് ഗ്ലിറ്റർ ഇടുന്നതിൻ്റെ മുമ്പ് ആ ഒരു കോട്ടൻ്റെ മേലെ ഇങ്ങനെ ഫെവിക്കോൾ അപ്ലൈ ചെയ്തിട്ട് ഇങ്ങനെ ഗ്ലിറ്റർ ഇട്ടാൽ മതി. അപ്പോൾ ഞാനിവിടെ ഈ പിങ്ക് കളർ ആയതുകൊണ്ട് ഒരു ഭംഗി ഉണ്ടാവില്ല, ഗ്ലിറ്റർ ഇട്ട് കഴിഞ്ഞാലും ഇങ്ങനെ കാണും. അതുകൊണ്ടാണ് ഞാൻ ആ ഒരു ആദ്യം വൈറ്റ് പെയിൻറ്റ് അടിച്ചിട്ടുണ്ടായിരുന്നത്. അപ്പോൾ നമ്മൾ ആ ഒരു അധികമുള്ള ആ ഒരു ഗ്ലിറ്റർ ഉണ്ടല്ലോ, അപ്പോൾ അതൊക്കെ ഒന്ന് ഇങ്ങനെ തട്ടിക്കളഞ്ഞ് നല്ല നീറ്റായിട്ട് തന്നെ കിട്ടിയിട്ടുണ്ട്. നല്ല ഭംഗിയുണ്ട് കാണാൻ. ഇപ്പോൾ കറക്റ്റ് നല്ലൊരു സ്നോഫ്ലേക്സ് പോലെ തന്നെ ഉണ്ടല്ലേ. അപ്പോൾ ആ ഒരു നടുക്കുള്ള ഒരു പേപ്പർ നമ്മൾ കട്ട് ചെയ്യുമ്പോൾ ശ്രദ്ധിക്കുക, നമ്മൾ ഇതുപോലെ ഒരു റൗണ്ട് ഷേപ്പ് ആവാതെ അങ്ങനെ ഹെക്സഗണൽ ഷേപ്പിൽ നമ്മൾ കട്ട് ചെയ്യുമ്പോൾ കുറച്ചുകൂടെ നല്ലൊരു ഭംഗി ഉണ്ടാവും. അപ്പോൾ ഞാൻ ഒരു സൈഡിൽ അങ്ങനെ കട്ട് ചെയ്തു, പിന്നെ ബാക്ക് സൈഡിൽ റൗണ്ട് ആണല്ലോ. അപ്പോൾ നല്ല ഭംഗിയുണ്ട് ഈ സ്നോഫ്ലേക്സ് കാണാൻ. നമുക്കിങ്ങനെ ട്രീയിലൊക്കെ ഹാങ് ചെയ്യാനും അതുപോലെ ബോട്ടിൽസിലൊക്കെ ഒട്ടിക്കാനും ഒക്കെ നല്ല ഭംഗിയാണ് കാണാൻ. അതുപോലെ ബഡ്സ് ആണെങ്കിലും അത്ര കോസ്റ്റ്ലി ആയിട്ടുള്ള സാധനമൊന്നുമല്ല. നമ്മൾ ഒരു പാക്കറ്റിന്, അതായത് 100 എണ്ണത്തിന് 22 രൂപയേ ഉള്ളൂ. നമ്മളിവിടെ ആകെ ഒരു 15 ബഡ്സാണ് യൂസ് ചെയ്തത്. അപ്പോൾ ഒരു നല്ലൊരു വലിയൊരു സ്നോഫ്ലേക്സ് തന്നെ ഉണ്ടാക്കാനും. അപ്പോൾ അതുപോലെ നിങ്ങളും ഇനി വേറെ കളേഴ്സ്, അതേപോലെ ഗ്ലിറ്റർ ഉണ്ടല്ലോ, ഗോൾഡൻ കളർ, റെഡ് കളർ, അങ്ങനെ വെച്ചിട്ടൊക്കെ ഒന്ന് ചെയ്ത് നോക്കുക. ബഡ്സ് മാത്രം യൂസ് ചെയ്തിട്ട് ഞാൻ നേരത്തെ ഒരു നല്ലൊരു ഭംഗിയുള്ളൊരു ഫ്ലവേഴ്സ് ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു. അതാണിത്. ഇത് ബഡ്സ് ഇങ്ങനെ ഇതുപോലെ ഇങ്ങനെ സ്റ്റിക്ക് ചെയ്ത് കൊടുത്തിട്ട് ഇങ്ങനെ ഞാൻ ആക്രിലിക് കളർ പെയിൻറ്റിൽ ഇങ്ങനെ ഡിപ്പ് ചെയ്തെടുത്തിട്ടുള്ളതാണ്. നല്ലൊരു കളറൊക്കെ ഉണ്ടായിരുന്നു. ഇതിപ്പോൾ ഒരു വർഷത്തോളം ആയി ചെയ്തിട്ട്, കുറേ മുമ്പേ ചെയ്തിട്ടുള്ളതാണ്. അപ്പോൾ ഇങ്ങനെ വെച്ചിരുന്നിട്ട് എനിക്ക് തോന്നുന്നു അതിൻ്റെ കുറച്ച് കളേഴ്സൊക്കെ ഇങ്ങനെ ഫെയ്ഡായി പോയിട്ടുണ്ട് എന്നുള്ളത്. ഒരു കോട്ടൻ്റെ ഒരു പോർഷനാണല്ലോ, അപ്പോൾ ആ ഒരു കളറൊക്കെ ഇങ്ങനെ വലിച്ചെടുത്തിട്ടൊന്നും ഇങ്ങനെ കളർ കുറഞ്ഞതാണെന്ന് തോന്നുന്നു. അപ്പം നല്ല റെസ്പോൺസ് കിട്ടിയൊരു വീഡിയോ ആണ്. അപ്പോൾ കാണാത്തവരുണ്ടെങ്കിൽ ഒന്ന് കണ്ടു നോക്കണേ. അപ്പോൾ ഞാൻ എൻഡ് സ്ക്രീനായിട്ട് കൊടുക്കാം. ഈ ഒരു ടൈപ്പ് ഫ്ലവേഴ്സ് നമുക്ക് കുറച്ചൊക്കെ ഇങ്ങനെ കൂടുതൽ ഉണ്ടാക്കിയിട്ട് നമുക്കിങ്ങനെ വേസിലൊക്കെ ഇട്ട് വെച്ചാൽ നല്ല ഭംഗി ഉണ്ടാവും. നമ്മൾ ഈ വേസ് എന്ന് പറയുമ്പോൾ വേസ്റ്റ് മെറ്റീരിയൽ മാത്രമേ യൂസ് ചെയ്തിട്ട് ഈ ഒരു ക്രിസ്മസിന് ഉണ്ടാക്കിയിട്ടുള്ള ഒരു സ്നോ മാസൺ ജാറിൻ്റെതാണ്. നല്ലൊരു ക്യാൻഡിൽ ഹോൾഡറും കൂടി ആയിരുന്നു അത്. അപ്പോൾ കാണാത്തവരുണ്ടെങ്കിൽ അതൊന്ന് കണ്ടു നോക്കണേ. അപ്പോൾ ബഡ്സ് മാത്രം യൂസ് ചെയ്തിട്ട് നമ്മൾ ഉണ്ടാക്കിയിട്ടുള്ള ഈ ക്രിസ്മസ് സ്നോഫ്ലേക്സ് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടിട്ടുണ്ടാവുമെന്ന് വിചാരിക്കുന്നു. ഇത് നമുക്ക് ട്രീയിലൊക്കെ ഇങ്ങനെ ഹാങ് ചെയ്തിടാനൊക്കെ പറ്റുന്ന നല്ലൊരു ക്രിസ്മസ് ഓർണമെൻറ്റ്സ് തന്നെയാണ്. അപ്പോൾ നിങ്ങൾക്കിത് ഇഷ്ടമായിട്ടുണ്ടെന്നുണ്ടെങ്കിൽ ക്രിസ്മസ് ഒക്കെ ആഘോഷിക്കുന്ന ഫ്രണ്ട്സിനൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുത്തിട്ട് മാക്സിമം ഒന്ന് സപ്പോർട്ട് ചെയ്യണേ. ഇനി കുറച്ച് ടെസ്റ്റിമോണൽസ് ആണ്. ആദ്യത്തെ പിക്ക് അയച്ചെന്നത് 6th പഠിക്കുന്ന നേഹ വർഗീസ് ആണ്. നമ്മൾ റെഡ് ആൻഡ് വൈറ്റ് കോമ്പിനേഷനിൽ ഒരു ഫിംഗർ പെയിൻറ്റിങ്ങിന് ഒരു ബോട്ടിൽ ഇട്ടിട്ടുണ്ടായിരുന്നു. അതാണ് ട്രൈ ചെയ്ത് അയച്ചെന്നത്. അടുത്തതായി 6th പഠിക്കുന്ന മേഘ അയച്ചെന്നത് നമ്മൾ മെഡിസിൻ്റെ കവർ വെച്ചിട്ടൊരു ഗ്രേപ്പ് വൈൻ്റെ ബോട്ടിൽ ഇട്ടിട്ടുണ്ടായിരുന്നു. അത് ട്രൈ ചെയ്ത് അയച്ചു തന്നിട്ടുണ്ട്. അതുപോലെ നമ്മൾ ചക്കക്കുരുയുടെ തൊലി ഉപയോഗിച്ചിട്ടൊരു ഫ്ലവേഴ്സ് ചെയ്തിട്ടുണ്ടായിരുന്നു. അതും ട്രൈ ചെയ്ത് അയച്ചു തന്നിട്ടുണ്ട്. അടുത്തതായി ദിവ്യ മോഹൻ അയച്ചു തന്നത് നമ്മൾ 5 മിനിറ്റിനോട് ചെയ്യാൻ പറ്റുന്ന ഒരു മാർബിൾ ബോട്ടിൽ ഇട്ടിട്ടുണ്ടായിരുന്നു. അതാണ് ട്രൈ ചെയ്ത് അയച്ചു തന്നത്. അടുത്തതായി 5th പഠിക്കുന്ന അൻസന മേരി അയച്ചു തന്നത് നമ്മൾ റെഡ് ആൻഡ് വൈറ്റ് കോമ്പിനേഷനിൽ ചെയ്തിട്ടുള്ള ഒരു ഫിംഗർ പെയിൻറ്റിങ്ങിൻ്റെ ബോട്ടിൽ തന്നെയാണ്. അടുത്തതായി അനിമ അയച്ചു തന്നത് നമ്മൾ മെഡിസിൻ്റെ കവർ വെച്ച് ചെയ്തിട്ടുള്ള ഒരു ഗ്രേപ്പ് വൈൻ്റെ ബോട്ടിലാണ്. അടുത്തതായി ഫിദ അയച്ചു തന്നത് നമ്മളൊരു സിമ്പിളായിട്ടൊരു ബോ ഉണ്ടാക്കുന്ന ഒരു വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു. അതാണ് ട്രൈ ചെയ്ത് അയച്ചു തന്നത്. അടുത്തതായി നൗറിൻ അയച്ചു തന്നത് നമ്മൾ ക്രിസ്മസ് സ്പെഷ്യലായിട്ടൊരു മാസൺ ജാറിൻ്റെ ഒരു ബോട്ടിൽ ഇട്ടിട്ടുണ്ടായിരുന്നു. അതാണ് ട്രൈ ചെയ്ത് അയച്ചു തന്നത്. എല്ലാവരും നല്ല രസമായിട്ട് തന്നെ ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇനിയും ഈ വീഡിയോസൊക്കെ കണ്ടിട്ട് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കിയിട്ട് പിക്ചേഴ്സൊക്കെ ഒന്ന് അയച്ചു തരണേ. അപ്പോൾ നമ്മൾ ക്രിസ്മസ് സീരീസിലുള്ള പ്രീവിയസ് വീഡിയോസൊക്കെ ഒന്ന് എല്ലാവരും ഒന്ന് കണ്ടിട്ട് സപ്പോർട്ട് ചെയ്യണേ. അപ്പോൾ നമ്മൾ വീഡിയോസ് ഇടുന്ന ദിവസങ്ങൾ വെനസ്ഡേ, ഫ്രൈഡേ, സൺഡേ 4:30 PM അതുപോലെ നമ്മൾ മൺഡേ ചില സമയത്തൊരു കുഞ്ഞ് വീഡിയോസ് ആയിട്ട് വരും. പക്ഷേ ഇന്ന് സാറ്റർഡേ ആണ്. അപ്പം പറ്റുന്ന സമയങ്ങളിലൊക്കെ ഞാൻ ഈ ക്രിസ്മസ് കഴിയുന്നവരെ ഡേറ്റ് ഒന്നും അത്ര നോക്കുന്നില്ല. പറ്റുന്ന സമയങ്ങളിൽ കുഞ്ഞു വീഡിയോസ് ആയിട്ട് വരും കേട്ടോ. കാരണം ഞാൻ കുറേ വീഡിയോസ് ചെയ്ത് വെച്ചതുണ്ടായിരുന്നു, കംപ്ലീറ്റ് ആയിട്ടില്ലായിരുന്നു. അപ്പോൾ ഇപ്പോൾ ഓൾമോസ്റ്റ് അതെല്ലാം കംപ്ലീറ്റ് ചെയ്തിട്ട് ഒരു 5-6 വീഡിയോസ് ആയിട്ടുണ്ട്. അപ്പോൾ ഞാനത് ടൈമിംഗ് ഒന്നും നോക്കുന്നില്ല, പെട്ടെന്ന് തന്നെ ഇങ്ങനെ കുറേശ്ശായിട്ട് അപ്ലോഡ് ചെയ്യാൻ നോക്കാം. അപ്പോൾ വീഡിയോസൊക്കെ എല്ലാവരും ഒന്ന് കണ്ടിട്ടൊന്ന് സപ്പോർട്ട് ചെയ്യാം. സബ്സ്ക്രൈബ് ചെയ്യാത്ത ഫ്രണ്ട്സ് ഉണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ട് മാക്സിമം ഒന്ന് സപ്പോർട്ട് ചെയ്യണേ.